സർനാഥ് ബുദ്ധമതസ്ഥരുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് സർനാഥ്. വാരണാസിക്ക് സമീപമുള്ള നഗരമാണ് സാർനാഥ്. ശ്രീബുദ്ധൻ ഗൗതമ ബുദ്ധൻ ഇവിടെ വെച്ചാണ് ആദ്യത്തെ ധർമ്മ പ്രഭാഷണം ചെയ്തത്. ഈ കാണുന്നതാണ് സർനാഥിലെ തായ് ക്ഷേത്രം. വാട്ട് തായ് എന്നറിയപ്പെടുന്നു. 80 അടിയോളം നീളമുള്ള ഒരു ബുദ്ധസ്തൂപമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. 2.5 ഏക്കറോളം വിസ്തൃതമായ പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. സ്വച്ഛവും ശാന്തവുമായ ചുറ്റുപാടാണ് ഇവിടെ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ബുദ്ധമതസ്ഥരും സഞ്ചാരികളും ദിവസവും ഇവിടെ വന്നെത്തുന്നു. വളരെ മനോഹരമായി ഒരുക്കിയ ഒരു വലിയൊരു ഗാർഡൻ തന്നെയാണ് നമ്മളെ എതിരേൽക്കുന്നത്. ഇപ്പോൾ ചെണ്ടുമല്ലിപ്പൂവുകളാൽ നിറഞ്ഞൊരു ഗാർഡനാണിത്. സീസൺ അനുസരിച്ച് ഇവിടുത്തെ പുഷ്പങ്ങളെല്ലാം പല നിറങ്ങളിലായി ഇവിടെ നല്ല ഭംഗിയുള്ള കമനീയമായ ഒരു ഭൂപ്രകൃതി ഒരുക്കുന്നു. ചുറ്റുമുള്ള ഫലവൃക്ഷങ്ങളും കൃത്യമായി ഒരുക്കിയ ഫൗണ്ടനുമെല്ലാം ഇവിടെ നമുക്ക് സ്വച്ഛമായ ഒരു പ്രകൃതി സമ്മാനിക്കുന്നു. ചിലർ ഈ മനോഹര കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്തുന്നു. ചിലർ ഗൈഡുകളുടെ വിശദീകരണം സശ്രദ്ധം കേൾക്കുന്നു. ചിലർ ഇതിൻ്റെ കൗതുക കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. എൺപതടി നീളമുള്ള ബുദ്ധൻ്റെ നിൽക്കുന്ന രൂപത്തിലുള്ള ഈ ശിലാരൂപമാണ് ഇവിടെ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നത്. 1997 നിർമ്മാണം തുടങ്ങിയ ശിലാരൂപമാണിത്. ഇതിൻ്റെ കല്ലുകൾ ചെത്തി മിനുക്കി അത് പോളിഷ് ചെയ്യാൻ തന്നെ 5 വർഷം എടുത്തത്രേ. 27 വർഷങ്ങൾ കൊണ്ടാണ് ഈ ശിലാരൂപം ഇവിടെ പണി കഴിപ്പിച്ചത്. പൂർണ്ണമായും തായ്ലൻഡ് വാസ്തുവിദ്യാ രീതിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 1933 ഈ ക്ഷേത്രം നിർമ്മിതമാകുന്നത്. ഇതിനു ചുറ്റുമുള്ള കോംപ്ലക്സുകളും ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ഇതാണ് ആ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ബുദ്ധപ്രതിമയുടെ മുദ്ര എന്ന് പറയുന്നത് ധർമ്മചക്ര മുദ്രയാണ്. ക്ഷേത്രത്തിൻ്റെ ഉൾവശവും തായ്ലൻഡ് മാതൃകയിൽ തന്നെയാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഇവിടെ ബുദ്ധപ്രതിമ തായ്ലൻഡ് ക്ഷേത്രങ്ങളിലുള്ള പോലെ തന്നെയാണ്. കൂടാതെ ഭിത്തികളിലെല്ലാം ചുവർ ചിത്രം പോലെ ബുദ്ധൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. തനതായ തായ്ലൻഡ് വാസ്തുവിദ്യ വിളിച്ചോതുന്ന നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ. 3 വശങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. ചുറ്റുപാടുമുള്ള കോമ്പൗണ്ട് അതിമനോഹരമായി വൃക്ഷങ്ങളും പല രീതിയിലുള്ള ചെറിയ ചെടികളും വെച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. വളരെ ശാന്തവും സ്വച്ഛവുമായൊരു ഭൂപ്രകൃതിയാണിവിടെ. അതിരാവിലെയും വൈകുന്നേരവും വന്നാൽ ഇത്രയും സ്വസ്ഥമായൊരു സ്ഥലം ഭൂമിയിൽ വേറെ ഇല്ലെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. വാരണാസിയിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമാണ് സർവേദ് മഹാമന്ദിർ. അതാണ് ഈ കാണുന്നത്. 2023 ഡിസംബർ 17 ഇതിൻ്റെ ഉദ്ഘാടനം. 6 വർഷം മുമ്പ് വാരണാസിയിൽ വന്നപ്പോൾ ഇങ്ങനൊരു ക്ഷേത്രം ഞാനിവിടെ കണ്ടിരുന്നില്ല. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
കൊത്തുപണികളാൽ സമൃദ്ധമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവശം മുഴുവൻ. മനോഹരമായ ഫൗണ്ടനുകളും നിർമ്മിച്ച് ഭംഗിയായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആന, മാൻ പോലുള്ള മൃഗങ്ങളും യാഗവും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൊട്ടാര സദൃശ്യമായ രൂപഭംഗിയോടുകൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ സനാതനധർമ്മത്തെയും യോഗയും മെഡിറ്റേഷനുമെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത്. യോഗയെക്കുറിച്ചും മെഡിറ്റേഷനെക്കുറിച്ചുമുള്ള അറിവുകളെല്ലാം ലോകത്തിനു മുൻപിൽ തുറന്നു കാട്ടാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത്. അകത്തളങ്ങളെല്ലാം വലിയ പ്രൗഢിയോടും കൊത്തുപണികളോടും കൂടി നല്ല മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നത്. മാർബിൾ പതിച്ച തറ, ഭിത്തിയിൽ ഉദ്ഘാടനത്തിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ ക്ഷേത്രം സന്ദർശിച്ചതിൻ്റെയും ഉദ്ഘാടനം ചെയ്തതിൻ്റെയും ചിത്രങ്ങളാണ് ഭിത്തിയിൽ പതിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ നടുത്തളം പോലെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്. ചുറ്റും നിന്ന് എങ്ങോട്ട് ദർശിച്ചാലും നിറയെ കൊത്തുപണികളാണ്. ഗീതയിലും മറ്റു പുരാണ ഗ്രന്ഥങ്ങളിലുമുള്ള മഹത് വചനങ്ങൾ ഭിത്തിയിൽ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. സംസ്കൃതത്തിലും ഹിന്ദിയിലുമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ആശയങ്ങളുടെ എല്ലാം ഉപജ്ഞാതാവായ ഒരു ഗുരുവിൻ്റെ വിഗ്രഹം നടുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.